ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ വീടും സ്ഥലവും ജപ്തി ഭീഷണിയിൽ. മകൾ ഉറങ്ങുന്ന മണ്ണും മകളുടെ സ്വപ്ന വീടും എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശങ്കയിലാണ് ഈ മാതാപിതാക്കൾ. അവളുടെ ആഗ്രഹം കൊണ്ട് കെട്ടിയ മുറിയാ അതൊക്കെ. അവൾ തന്നെ ഇഷ്ടപ്പെട്ട് ഈ മുറി എനിക്ക് എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അവക്കെന്ന് പറഞ്ഞത് ആ മുറി ഒരുക്കിയത്. മകളുടെ ആഗ്രഹപ്രകാരം ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇവിടേക്ക് മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് മകളെ നഷ്ടമാകുമായിരുന്നില്ല. മകളുടെ ആഗ്രഹപ്രകാരം പണിത മുറിയുടെ അടുത്ത് തന്നെ മുറ്റത്താണ് ആ മകൾ ഇപ്പോൾ ഉറങ്ങുന്നത്. മകളുടെ പ്രിയപ്പെട്ട വീട് പലരുടെയും സഹായത്താൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ പണികൾ നടന്നു വരുന്നു. ഇതിനിടയിലാണ് സ്ഥലം ഈടുവെച്ചെടുത്ത ബാങ്ക് വായ്പയിൽ തിരിച്ചടയ്ക്കാത്തതിനാൽ നോട്ടീസ് എത്തിയത്. മകൾ ഉറങ്ങുന്ന മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ 7 ലക്ഷത്തിലധികം രൂപ കണ്ടെത്തണം. പക്ഷെ അവൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ ഈ ലേത്തിലൊന്നും താമസിക്കേണ്ട അമ്മേ, നമുക്ക് മേളിൽ പുതുവേലി ചെന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കണം, എൻ്റെ ബർത്ത്ഡേ അവിടെ വെച്ച് ആഘോഷിക്കണം എന്നൊക്കെ അവൾ ആഗ്രഹം കൊണ്ട് പറഞ്ഞ്. അത് കാരണം ഞങ്ങൾക്ക് ഈ വീട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് എങ്ങനെയാലും ഈ വീട് ഞങ്ങൾക്ക് വേണം. എൻ്റെ കുഞ്ഞും അവൾ ജീവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഓർത്ത് സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്കുള്ള വീടായത്. 6 വയസ്സുകാരിയെ നഷ്ടപ്പെട്ട വണ്ടിപ്പെരിയാറിലെ ഈ മാതാപിതാക്കൾക്ക് മറ്റൊരു വളർത്തുമകളുണ്ട്. ആ മകളുടെ വിവാഹത്തിനായി എടുത്തതാണ് ബാങ്ക് വായ്പ. പീരുമേട് താലൂക്ക് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും 5 ലക്ഷം രൂപയായിരുന്നു വായ്പയെടുത്തത്. ഇതാണിപ്പോൾ 7 ലക്ഷം രൂപയിലധികമുള്ള ബാധ്യതയായി മാറിയിരിക്കുന്നത്. മകളുടെ നീതിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം തുടരുമ്പോൾ അതേ മകളുടെ വലിയ സ്വപ്നമായിരുന്ന വീടും മകൾ ഉറങ്ങുന്ന മണ്ണും ഇന്ന് ജപ്തി ഭീഷണിയിലാണ്. ഇതെങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന ചിന്തയിലാണ് ഈ മാതാപിതാക്കൾ. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.